إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവന്റെ ഇഷ്ടവും പൊരുത്തവും നേടുന്ന നല്ല ദാസന്മാരിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനു വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളിൽ പല ആളുകളും യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു. പലരും യാത്രക്ക് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നവരുമാണ്. ഹജ്ജിന് ഉദ്ദേശിച്ചിട്ടുള്ള മുഴുവൻ ഹാജിമാർക്കും മബ്റൂറും മഖ്ബൂലുമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇതുവരെ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ഒരു അവസരം ലഭിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് മരണത്തിന് മുമ്പ് ഒരിക്കലെങ്കിലും ആ ഒരു മഹനീയ കർമ്മം നിർവഹിക്കാനുള്ള തൗഫീഖും റബ്ബ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ മക്കയും
പരിശുദ്ധ മക്കയിലെ പരിശുദ്ധ കേന്ദ്രമായ കഅബയും ലോകത്ത് മുസ്ലിങ്ങൾക്ക് എന്നും ആദരണീയവും അവർ മനസ്സിൽ വല്ലാത്ത ഒരു വൈകാരികമായി കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഒരു പുണ്യ കേന്ദ്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കാൻ വേണ്ടി ഭൂമിയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട പള്ളിയും മക്കയിലെ ആ കഅബാലയമാണ്. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അവ്വലി മസ്ജിദിൻ വുദിഅ ഫിൽ അർദ്. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിച്ചു, നബിയെ, ഭൂമിയിൽ ആദ്യം നിർമ്മിക്കപ്പെട്ട പള്ളി ഏതാണ്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മസ്ജിദുൽ ഹറാം, അത് മസ്ജിദുൽ ഹറാമാണ് എന്ന്. ഞാൻ ചോദിച്ചു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതാണ്? അപ്പോൾ അവിടുന്ന് പറഞ്ഞു, അൽ മസ്ജിദുൽ അഖ്സ, ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയാണ്. വീണ്ടും ഞാൻ ചോദിച്ചു, കം ബൈനഹുമാ, ആ രണ്ട് പള്ളിയുടെയും ഇടയിലുള്ള നിർമ്മിക്കാനെടുത്ത കാലയളവ് എത്രയാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 40 ആമ, 40 വർഷമാണ് എന്ന്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ആലി ഇംറാനിൽ നമുക്ക് കാണാം, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ. മനുഷ്യർക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഭൂമിയിൽ ആദ്യമായി കൊണ്ട് നിർമ്മിക്കപ്പെട്ട പള്ളി അത് ബക്കയിലെ പള്ളിയാണ്. മക്ക എന്നതിന്റെ മറ്റൊരു പേരാണ് ബക്ക, അഥവാ മസ്ജിദുൽ ഹറാമാണ് ഒന്നാമത്തെ പള്ളി എന്ന് പരിശുദ്ധ ഖുർആനിലൂടെയും നമുക്ക് വ്യക്തമായി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കഅബാലയം എന്ന് പറയുന്നത് അതിന്റെ നിർമ്മാണം മുതൽ ഇന്നുവരെയും അല്ല ഖിയാമത്ത് നാൾ വരെയും എന്നും മുസ്ലിങ്ങൾ ആദരിക്കുന്ന മഹനീയമായ കേന്ദ്രമാണ്. ജാഹിലിയ കാലഘട്ടത്തിലെ അറബികൾക്ക് പോലും അവർക്ക് പോലും ഏറ്റവും കൂടുതൽ ആദരവും അവർ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതുമായ ഒരു പള്ളിയാണ് മസ്ജിദുൽ ഹറാം, കഅബ. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന്റെ തൊട്ട് മുമ്പുണ്ടായിരുന്ന ആ ഒരു കഅബാലയത്തിനുണ്ടായിരുന്ന ആ ഒരു തളർച്ചയും ബലക്ഷയവുമെല്ലാം പരിഹരിക്കാൻ വേണ്ടി പിന്നീട് പുനർനിർമ്മാണം നടത്തുകയുണ്ടായി. അതിനുവേണ്ടി അവർ സാമ്പത്തികമായ ഒരു ഫണ്ട് സ്വരൂപിച്ചു. ആ സന്ദർഭത്തിൽ പോലും അവരെ വെച്ച ഡിമാൻഡ്, ഈ കഅബാലയം പുനർനിർണയിക്കുമ്പോൾ അതിലേക്ക് ഹറാമായ ഒരു നാണയം പോലും അതിലേക്ക് വരാൻ പാടില്ല എന്നതായിരുന്നു. പലിശയിലൂടെയോ കൊള്ളയിലൂടെയോ ഹറാമായ മറ്റു യാതൊരു മാർഗത്തിലൂടെയും ഉണ്ടാക്കിയ ഒരു സമ്പാദ്യവും അതിലേക്ക് കടത്തി കൂടാൻ പാടില്ല എന്നതായിരുന്നു അവർ കർശനമായും വെച്ചിട്ടുള്ള ഒന്നാമത്തെ നിബന്ധന എന്ന് പറയുന്നത്. അഥവാ അവർ അത്രയും അധികം കഅബാലയത്തെ സ്നേഹിച്ചു, ആദരിച്ചു എന്നർത്ഥം. മാത്രവുമല്ല, മസ്ജിദുൽ ഹറാം ഉൾക്കൊള്ളുന്ന ആ ഒരു പരിസരം മക്ക, അത് എന്നും നിർഭയത്വത്തിന്റെ നാടാണ്. അവിടെ യാതൊരു നിലക്കുമുള്ള അക്രമങ്ങളോ കൊള്ളയോ ആ നിലക്കുള്ള ഒരു അനീതിയും അവിടെ നടമാടാൻ പാടില്ല. അത് വലിയ പാപമായി കൊണ്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫതഹ് മക്ക വിജയ ദിവസത്തിന്റെ അന്ന് പ്രവാചകൻ പറയുകയുണ്ടായി, ഇന്ന ഹാദൽ ബലദ്, നിശ്ചയമായും ഈ നാട് ഹറമഹുല്ലാഹു യൗമ ഖൽഖസ് സമാവാതി വൽ അർദ്, കഅബാലയം സൃഷ്ടിച്ചത് മുതലല്ല മക്ക പരിശുദ്ധമായത്. ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രദേശത്തെ, ആ നാടിനെ പവിത്രമാക്കിയിരിക്കുന്നു എന്നാണ്. അത്രയും മഹനീയമായ ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ പരിശുദ്ധ മക്കയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയിരിക്കുന്നു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്.
അവിടെ യാതൊരു നിലക്കുമുള്ള അക്രമങ്ങളും അവിടെ പാടില്ല എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഖ്ദദു ശൗഖുഹു, ഒരു മുള്ള് പോലും നശിപ്പിക്കപ്പെടാൻ പാടില്ല, ഒരു വേട്ടയാടാൻ അവിടെ പാടില്ല. വലാ യൽതഖതു ലുഖ്തഹു ഇല്ലാ മൻ അറഫഹാ, അവിടെ വീണ് കിടക്കുന്ന എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അതിന്റെ ഉടമസ്ഥൻ ആരാണ് എന്ന് അറിയുന്നവർക്കല്ലാതെ അതെടുക്കാൻ പോലും പാടില്ല എന്നാണ്. അതുപോലും നിഷിദ്ധമാക്കപ്പെട്ട നാടാണ്, പ്രദേശമാണ് മക്കയിലെ മസ്ജിദുൽ ഹറാം ഉൾക്കൊള്ളുന്ന ആ മഹനീയമായ സ്ഥലം എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ രൂപത്തിൽ തന്നെയാണ് ആ പുണ്യഭൂമിയെ ലോക മുസ്ലിങ്ങൾ ഇന്നും സ്വീകരിച്ചു പോരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, മഹാന്മാരായ പണ്ഡിതന്മാർ കഅബാലയത്തെ, ഹറമിനെ എത്രത്തോളം ഗൗരവത്തോടെയാണ് കണ്ടിരുന്നത് എന്ന് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. മുൻഗാമികളായ സലഫ് സ്വാലിഹികളായ മഹാന്മാരായ ആളുകൾ കഅബയിലേക്ക് വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണെങ്കിൽ പോലും അവരുടെ മനസ്സിൽ വല്ലാത്ത പേടിയും ബേജാറുമായിരുന്നു. എന്താ പേടി, എന്തിനാ ബേജാറ്? അവരെങ്ങാനും അവിടെ അനാവശ്യമായ വല്ലതും അവിടെ നിന്ന് അവരുടെ ജീവിതത്തിൽ നിന്ന് വല്ലതും വന്നു പോകുമോ എന്നൊരു പേടിയായിരുന്നു മഹാന്മാരായ ആളുകൾ, സഹാബി മുൻഗാമികൾക്ക് ഉണ്ടായിരുന്നത് എന്ന് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. മഹാനായ ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാ സഹാബിമാരെ കുറിച്ച് പറയുകയാണ്, വകാന ജമാഅത്തുൻ മിനസ് സഹാബ, സഹാബിമാരിൽ ഒരു കൂട്ടം ആളുകൾ യത്തഖൂന സുക്നൽ ഹറമ ഖശിയതൻ ഇർതികാബ ദുനൂബി ഫീ, സഹാബിമാരിൽ പലർക്കും, ഒരു കൂട്ടം സഹാബിമാർക്ക് കഅബാലയത്തിന്റെ ഹറമിന്റെ അവിടത്തേക്ക് ചെന്നാൽ അവിടെ താമസിക്കുന്നത് തന്നെ പേടിയായിരുന്നു എന്നാണ്. എന്താ കാരണം? പാപം വന്നു പോകുമോ എന്ന്, തെറ്റുകൾ വന്നു പോകുമോ എന്ന പേടി കാരണത്താൽ ആ പ്രദേശത്ത് താമസിക്കാൻ പോലും ബേജാറായിരുന്നു എന്ന്. നോക്കണം നിങ്ങൾ, ആരായിരുന്നു സഹാബിമാർ? റളിയല്ലാഹു അൻഹും വറദു അൻഹു, അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കപ്പെട്ട മഹാന്മാരായിരുന്നു സഹാബിമാർ. അവരെ കുറിച്ച് നമുക്ക് പണ്ഡിതന്മാർ വിശദീകരിച്ചു തരികയാണ്. ആ പ്രദേശത്ത് ഹറമിന്റെ പരിസരത്ത് താമസിക്കാൻ പോലും അവർക്ക് പേടിയായിരുന്നു. അവർക്ക് തെറ്റ് വന്നു പോകുമോ എന്ന പേടി കൊണ്ട് ഈ രൂപത്തിൽ കാലങ്ങളായി കൊണ്ട് മുസ്ലിം ഉമ്മത്ത് ഏറെ ആദരിച്ചും ബഹുമാനിച്ചും പുണ്യകരമായി കൊണ്ട് നെഞ്ചോട് ചേർത്തിട്ടുള്ള മഹനീയ കേന്ദ്രമാണ് മക്കയും പരിസരവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാ ഈ പേടി? എന്തുകൊണ്ടാ മുൻഗാമികൾക്ക് ഇത്ര ബേജാറ്? പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വമൻ യുരിദ് ഫീഹി ബിഇൽഹാദിൻ ബിളുൽമിൻ നുദിഖഹു മിൻ അദാബിൻ അലീം, ആരെങ്കിലും ആ ഹറമിൽ വെച്ചുകൊണ്ട്, മക്കയിൽ പ്രവേശിച്ച് ആ ഹറമിൽ വെച്ചുകൊണ്ട് ആരെങ്കിലും അന്യായമായി കൊണ്ട് എന്തെങ്കിലും ഒരു ധർമ്മവിരുദ്ധമായ വല്ല കാര്യവും ചെയ്തു പോയാൽ, ചെയ്താലെന്നല്ല ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, നോക്കണം നിങ്ങൾ, ചെയ്യാൻ ഉദ്ദേശിച്ചാൽ നുദിഖഹു മിൻ അദാബിൻ അലീം, അവരെ വേദനാജനകമായ ശിക്ഷ കൊണ്ട് നാം അവരെ പിടികൂടുന്നതാണ്, അതവരെ അനുഭവിപ്പിക്കുന്നതാണ്. ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ അല്ലാഹു ശിക്ഷ കൊണ്ട് പിടികൂടും എന്ന് ഇമാം സഅദി റഹിമഹുല്ലാ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, ആരെങ്കിലും തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചു എന്ന് ഈ ഹറമിൽ വെച്ചുകൊണ്ട് തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ തന്നെ മൂജിബുൽ ലിൽ അദാബ്, അവൻ ശിക്ഷക്കർഹനായി എന്നതാണ്. വഇൻ കാന ഗൈറുഹു, അതല്ലാത്ത ഏത് കുറ്റങ്ങളെ തെറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്താണ്? ലാ യുആഖബുൽ അബ്ദു അലൈഹി ഇല്ലാ ബിഅമലി ദുൽം, ആ ദുൽം പ്രവർത്തിച്ചാലല്ലാതെ അവൻക്ക് ശിക്ഷ ലഭിക്കൂല. എന്നാൽ ഹറമിൽ വെച്ചുകൊണ്ട്, മക്കയിൽ വെച്ച് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അവൻ ശിക്ഷക്കർഹനാകുമെന്നാണ് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. എന്നാൽ ഈ അതല്ലാത്ത ഏത് തെറ്റുകളെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്താൽ മാത്രമേ അവർക്ക് ശിക്ഷ ലഭിക്കുകയുള്ളൂ എന്നാണ്. എന്നിട്ട് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ്, ഫകൈഫ ബിമൻ അതാ ഫീഹി അഅ്ളമു ദുൽമി മിനൽ കുഫ്രി വശിർക്ക്,
അപ്പോൾ ഏറ്റവും ആഴമായിട്ടുള്ള ശിർക്കും കുഫ്റുമാകുന്ന പ്രവർത്തനങ്ങൾ അവിടെ ചെന്നുകൊണ്ട് ചെയ്യാൻ ആരെങ്കിലും അതൊക്കെ ചെയ്യുകയാണെങ്കിൽ എത്ര ഗുരുതരമായിരിക്കും അത് എന്നതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിൽ എപ്പോഴും ആ ഹറമിനോടും മക്കയോടും കഅബാലയത്തോടും ഒരു നിലക്കുമുള്ള ഒരു അളവ് അന്യായമായി കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു തെറ്റിനെ കുറിച്ചുള്ള ഒരു ചിന്ത പോലും ഒരു വിശ്വാസിയുടെ മനസ്സിൽ കടന്നുകൂടാൻ പാടില്ല എന്നർത്ഥം. അത് അത്രയും ഗൗരവപ്പെട്ട പാപമാണ്. അവരെ അള്ളാഹു ദുനിയാവിൽ വെച്ച് തന്നെ ഒരുപക്ഷെ ശിക്ഷക്ക് അർഹരാക്കും. അല്ല എങ്കിൽ പരലോകത്ത് വെച്ച് വേദനാജനകമായ ശിക്ഷയായിരിക്കും അവർക്ക് ലഭിക്കുക എന്നാണ് നമുക്ക് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ഗദുന്നാസി ഇലല്ലാഹി സലാസ, അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള, അല്ലാഹു ഏറ്റവും കൂടുതൽ കോപിക്കുന്നത് 3 വിഭാഗം ആളുകളോടാണ്. അതിൽ ഒന്ന് ആരാണ്? മുൽഹിദുൻ ഫിൽ ഹറം, ഹറമിൽ വെച്ച് അന്യായം ചെയ്യുന്നവരാണ്. ഹറമിന്റെ പ്രദേശത്ത് വെച്ച് ആരെങ്കിലും അന്യായമായി എന്തെങ്കിലും ഒന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ അവരെ അല്ലാഹുവിന് ഏറ്റവും കോപിക്കുന്ന, അല്ലാഹുവിന്റെ കോപത്തിന് അർഹരാകുന്നവരാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുപോലെ തന്നെ വമുബ്തഖിൻ ഫിൽ ഇസ്ലാമി സുന്നത്തൽ ജാഹിലിയ്യ, അതുപോലെ തന്നെ ജാഹിലിയ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു നടപടിക്രമം അത് മുസ്ലിമായിട്ടും ആരെങ്കിലും ഇസ്ലാമിലേക്ക് വന്നിട്ടും ആരെങ്കിലും അത് ആഗ്രഹിക്കുകയാണെങ്കിൽ അവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കോപിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ തന്നെ അന്യായമായി കൊണ്ട് ഒരാളുടെ രക്തം ചിന്താൻ കൊതിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടും കോപിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, ഹറമിൽ വെച്ച് തെറ്റുകൾ ചെയ്യുക എന്നുള്ളത്, ആ തെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുക എന്നത് പോലും വലിയ പാപമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സഹാബിയായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന വാചകം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിൽ നമ്മൾ ഗൗരവത്തോടു കൂടി കൊത്തിവെക്കേണ്ടതുണ്ട്. എന്താണ് ആ വാചകം? അദ്ദേഹം പറയുകയാണ്, ലൗ അന്ന റജുലൻ ഹമ്മ ഫീഹി ബിഇൽഹാദിൻ വഹുവ ബിഅദനി അബിയൻ ലഅദാഖഹു അല്ലാഹു അദാബൻ അലീമാ. യമനിലെ അദൻ അബിയൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് വെച്ചാണ് ഒരാൾ ഹറമിൽ വെച്ച് വല്ല അന്യായവും ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നത് എങ്കിൽ, എങ്ങനെ? യമനിലെ ഒരു പ്രദേശം, അദൻ അബിയൻ എന്ന് പറയുന്ന ഒരു പ്രദേശം, ഹറമിലല്ല, അതൊരു ഉദാഹരണം മാത്രമാണ്. ഹറമിന്റെ പ്രദേശത്ത് വെച്ചുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് ആരെങ്കിലും ഹറമിൽ ചെന്നിട്ട് ഒരു അന്യായം ചെയ്യണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, വിചാരിക്കുന്നുവെങ്കിൽ പോലും മഹാനായ സഹാബത്ത് പറയുകയാണ്, ലഅദാഖഹുല്ലാഹു അദാബൻ അലീമാ, അല്ലാഹു അവനെ വേദനയേറിയ ശിക്ഷ അനുഭവിപ്പിക്കുന്നതാണ് എന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമാ വിശദീകരിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നത് നോക്കൂ നിങ്ങൾ, ലം യഖ്സുദുഹാ ജബ്ബാറുൻ, സ്വേച്ഛാധിപതിയായ വൃത്തികെട്ടവനല്ലാതെ അവിടെ വെച്ചുകൊണ്ട് അന്യായം ചെയ്യാൻ ഉദ്ദേശിക്കുകയില്ല എന്നാണ്. അങ്ങനെ ഉദ്ദേശിക്കുന്ന ആളുകളെയോ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കാതിരിക്കുകയുമില്ല എന്നും മഹാനായ സഹാബി അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. സുഹൃത്തുക്കളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം നമ്മൾ മനസ്സിലാക്കി. സഹാബിമാർ ഹറമിൽ വെച്ചുകൊണ്ട് അന്യായം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതിന്റെ പാപത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് പറഞ്ഞതും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കണം, സൂറത്തുൽ ഫീൽ അറിയാത്തവർ നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവില്ല. സൂറത്തുൽ ഫീൽ എന്താ? സൂറത്തുൽ ഫീലിന്റെ അവതരണ പശ്ചാത്തലം, ആ സൂറത്തിൽ പഠിപ്പിക്കുന്ന സംഭവം എന്താണ്? കഅബാലയം പൊളിക്കാൻ വേണ്ടി, ഹറമിൽ വെച്ച് അന്യായം ചെയ്യാൻ വേണ്ടി യമനിൽ നിന്ന് കച്ചകെട്ടിറങ്ങിയ അബ്രഹത്തിനെയും അവന്റെ പട്ടാളത്തെയും സൈന്യത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അബാബീൽ എന്ന് പറയുന്ന ഒരു ചെറിയ പക്ഷിയെ കൊണ്ടാണ് അല്ലാഹു തആല നശിപ്പിച്ചു കളഞ്ഞത്.
അല്ലാഹു തആല നശിപ്പിച്ചു കളഞ്ഞത് അബാബീൽ എന്ന് പറയുന്ന ചെറിയൊരു പക്ഷിയെ കൊണ്ടാണ്. അതാണ് സൂറത്തുൽ ഫീലിലൂടെ അല്ലാഹു തആല വിശ്വാസികൾക്ക് പറഞ്ഞു തരുന്നത്. ഇത്രയും മഹനീയമായ മുസ്ലിം ഉമ്മത്ത് പവിത്രമായി കൊണ്ടു നടക്കുന്ന മഹത്തായ സ്ഥലമാണ്, മഹത്തായ കേന്ദ്രമാണ് കഅബയും ഹറമും മക്കയും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ജഅലല്ലാഹുൽ കഅബതൽ ബൈത്തൽ ഹറാം ഖിയാമൻ ലിന്നാസ്, അത് മനുഷ്യർക്ക് എല്ലാ നിലക്കും ജീവിക്കാൻ പറ്റുന്ന രൂപത്തിൽ അല്ലാഹു കഅബാലയത്തെ ആക്കി എന്നുള്ളതാണ്. നമുക്കറിയാം, കഅബയുടെ ഹറമിൽ ചെന്ന ആളുകൾക്കറിയാം എന്തൊരു സമാധാനവും എന്തൊരു ശാന്തിയുമാണ് ഹറമും പരിസരവും എന്ന് പറയുന്നത്. ഒരു നിലക്കുമുള്ള അക്രമങ്ങളോ അനീതിയോ അന്യായമോ അവിടെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പോലും ഹാജിമാരോട് കാണിക്കുന്ന ആ ദയയും അവരോട് കാണിക്കുന്ന അനുകമ്പയും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാൻ സാധിക്കുന്ന ഒന്നാണ്. അത്രയും ലോലമായിട്ടാണ് അവിടെ അവർ പെരുമാറുന്നത്. പ്രിയപ്പെട്ടവരെ, അതാണ് ആ നാടിന്റെ പ്രത്യേകത, ആ നാട്ടുകാരുടെ പ്രത്യേകത. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കത് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയുന്നത് കാണാം, യഖൂമു ബിൽ ഖിയാമി ബിതഅദീമിഹി ദീനുഹും വദുനിയാഹും. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദീനും ദുനിയാവും നിലനിൽക്കുന്നത് ഈ ഹറമിനോടുള്ള മഹത്വം കൊണ്ടാണ്, ഹറമിനെ ആദരിക്കുന്നതിലൂടെയാണ്, ഹറമിനെ ബഹുമാനിക്കുന്നതിലൂടെയാണ് എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം സഅദി റഹിമഹുല്ലാഹ് വിശദീകരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്വസ്ഥതയും സമാധാനവും നമ്മുടെ ദീനും ദുനിയാവും എല്ലാം നിലനിൽക്കണമെങ്കിൽ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടവും പൊരുത്തവും ലഭിക്കുന്ന രൂപത്തിൽ നിലനിൽക്കണമെങ്കിൽ ഹറമിനെ ആദരിച്ചേ പറ്റൂ, ഹറമിനെ ബഹുമാനിച്ചേ പറ്റൂ. അത് ആ ഹറമിനോടും മക്കയോടും കഅബാലയത്തോടും അണു അളവ് എന്തെങ്കിലും ഒരു അന്യായം തോന്നിക്കഴിഞ്ഞാൽ അവൻ നശിച്ചു, അവൻ അല്ലാഹു തആല നശിപ്പിക്കുന്നതാണ്, അല്ലാഹുവിന്റെ ശിക്ഷ അവൻക്ക് ലഭിക്കുന്നതാണ് എന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ ഇത്രയും ഗൗരവപ്പെട്ട ഈ ഒരു കാര്യത്തെ ഈ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതിന്റെ കാരണം എന്താണെന്നറിയോ? ഇന്ന് പലപ്പോഴും ഇസ്ലാം പഠിപ്പിക്കുന്ന കൃത്യമായ ആദർശത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയി പല ത്വരീഖത്തിന്റെയും അതുപോലെ തന്നെ വഴികെട്ട പല മാർഗങ്ങളിലും പ്രവേശിച്ച പല ആളുകളും ഇന്ന് കഅബയെയും ഹറമിനെയും മക്കയെയും ആ കഅബ പടുത്തുയർത്തിയ ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയുടെ ഉമ്മ ഹാജറിനെയും എല്ലാം പച്ചക്ക് ഒരിക്കലും തന്നെ ഒരു മുസ്ലിമിന്റെ നാവ് കൊണ്ട് പറയാൻ പറ്റാത്ത രൂപത്തിൽ അറപ്പും വെറുപ്പും ഉളവാക്കുന്ന വിദ്വേഷത്തിന്റെ സംസാരങ്ങൾ പലപ്പോഴും പല കേന്ദ്രങ്ങളിൽ നിന്നും ഇന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ആളുകളുടെയൊക്കെ മനസ്സ് എത്ര മലീമസമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം എന്താ? ഇതുവരെയും നമ്മൾ മനസ്സിലാക്കിയ ആയത്തുകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ, സഹാബിമാരുടെ വചനങ്ങൾ, പണ്ഡിതന്മാരുടെ വിശദീകരണങ്ങൾ, മക്കയോടും കഅബാലയത്തോടും ഹറമിനോടും എങ്ങനെയായിരിക്കണം മുസ്ലിമിന്റെ മനസ്സ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. എങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ എത്രത്തോളം വഴികേടിലാണ്, എത്ര പിഴച്ചു പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തആല എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. സുഹൃത്തുക്കളെ, അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക, കഅബാലയം എന്ന് പറയുന്നത്, മക്ക എന്ന് പറയുന്നത് അത് ഒരു ചെറിയ നാടല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ കഅബാലയം നിർമ്മിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത നാടാണ് മക്ക എന്ന് പറയുന്നത്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് സാക്ഷ്യം വഹിച്ച മണ്ണാണ് മക്ക. അതുപോലെ തന്നെ അവസാന വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിന് തുടക്കം കുറിച്ച നാടാണ് മക്ക. ഈ നിലക്ക് എല്ലാം കൊണ്ടും ചരിത്ര പ്രസിദ്ധവും പുണ്യ കേന്ദ്രവുമാണ് മക്ക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, പരിശുദ്ധ കേന്ദ്രമായ കഅബാലയത്തെ അത് അല്ലാഹു എന്റെ വീട് എന്നതാണ് പറഞ്ഞത്. എന്റെ വീട് നോക്കൂ നിങ്ങൾ, വതഹിർ ബൈതിയ ലിത്വായിഫീന വൽഖായിമീന വറുക്അഇ സുജൂദ്. ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടും അല്ലാഹു കൽപ്പിച്ചത് വതഹിർ, നീ അതിനെ വൃത്തിയാക്കണം, ശുദ്ധിയാക്കണം. ഏതിനെ? ബൈതി, എന്റെ വീടിനെ.
എന്റെ വീട്. കണ്ടോ, കഅബാലയത്തെ അള്ളാഹു ചേർത്തി പറഞ്ഞത് അള്ളാഹുവിലേക്കാണ്. ആ കഅബാലയത്തെ അത് വെറും മണ്ണും ഇഷ്ടികയും ഒക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവമതിച്ചാൽ, അതിനെ അവഗണിച്ചാൽ, അതിനെ മോശപ്പെടുത്തിയാൽ, സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ വീടിനെയാണ് ഈ രൂപത്തിൽ അവഹേളിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു മുസ്ലിമിന് അങ്ങനെ ആ രൂപത്തിലൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ, പറയാൻ പറ്റുമോ? നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിൽ കാണേണ്ട ഒരു കാര്യമാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയത്ത് മക്കയെ ചൂണ്ടിക്കൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിതുമ്പുന്ന ഹൃദയത്തോടു കൂടി പ്രവാചകൻ പറയുകയാണ്, വല്ലാഹ്, അല്ലാഹുവാണ് സത്യം, ഇന്നക ലഖൈരി അർദില്ലാ, അല്ലാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും നല്ല മണ്ണാണ് മക്ക നീ. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, വഅഹബ്ബു അർദില്ലാ ഇലയ്യ, അല്ലാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മക്ക നീയാണ് എന്ന്, എനിക്ക് ഏറ്റവും പ്രിയങ്കരം നീയാണ് എന്ന് മക്കയെ ചൂണ്ടിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറയുകയുണ്ടായി, വല്ലാഹി ലൗലാ അന്നി ഉഖ്രിജ്തു മിൻകി മാ ഖറജ്തു, ഈ മക്കക്കാർ ഇവിടെ നിന്ന് എന്നെ ആട്ടി പുറത്താക്കുമായിരുന്നില്ലായിരുന്നെങ്കിൽ മാ ഖറജ്തു, ഞാൻ ഒരിക്കലും ഇവിടുന്ന് പോകില്ലായിരുന്നു, ഞാൻ ഇവിടെ തന്നെ നിൽക്കുമായിരുന്നു. എന്നെ ഇവിടത്തുകാർ എന്നെ ആട്ടിപ്പുറത്താക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വേദനയോടെ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇസ്ലാമിൽ ഏറ്റവും പരിശുദ്ധമായി അറിയപ്പെട്ട ഏറ്റവും പുണ്യകരമായ ഒരു കേന്ദ്രമാണ് മക്കയും മദീനയും എന്ന് പറയുന്നത്. അതിനെ ഒരിക്കലും ചെറുതായി കാണാൻ നമുക്ക് പാടില്ല. നോക്കൂ നിങ്ങൾ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോകുന്ന നാടാണ് മക്ക. അതിനു വേണ്ടി തെരഞ്ഞെടുത്ത സ്ഥലമാണത്. അള്ളാഹു ഭൂമിയിൽ വേറെ ഏത് സ്ഥലത്തെയും അള്ളാഹു തെരഞ്ഞെടുത്തിട്ടില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച് വീണ ആ നാട് മക്ക. ആ മക്കയെയാണ്, ആ കഅബാലയത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന്റെ കേന്ദ്രമായി കൊണ്ട് അള്ളാഹു തെരഞ്ഞെടുത്തത് എന്നതാണ്. മാത്രവുമല്ല, ആ ഹറമിലെ നിസ്കാരത്തെ കുറിച്ച്, മസ്ജിദുൽ ഹറാമിലെ നിസ്കാരത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? സ്വലാത്തുൻ ഫിൽ മസ്ജിദിൽ ഹറാം അഫ്ദലു മിൻ 100,000 സ്വലാത്തിൻ ഫീമാ സിവാ. മസ്ജിദുൽ ഹറാമിലെ അല്ലാത്ത പള്ളികളിൽ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാളും 1,00,000 പ്രതിഫലമാണ് മസ്ജിദുൽ ഹറാമിലെ നിസ്കാരം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പല ആളുകളും ഉംറക്കും അതുപോലെ തന്നെ ഹജ്ജിനും ഒക്കെ പോകുന്ന സമയത്ത് പല ആളുകളും ഈ പുണ്യങ്ങൾ കരസ്ഥമാക്കുന്ന വിഷയത്തിൽ ചില ആളുകൾക്കൊക്കെ ചില അശ്രദ്ധ കാണാറുണ്ട്. അവിടെ പോയിട്ടും ഇവിടെ പോയിട്ടും കടന്നുറങ്ങിയിട്ടും ഒക്കെ റൂമിൽ കഴിച്ചു കൂട്ടുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ പരിചയത്തിലുള്ള ആളുകളൊക്കെ ഹജ്ജിന് പോകുന്നവരുണ്ടെങ്കിൽ, ഉംറക്ക് പോകുന്നവരുണ്ടെങ്കിൽ അവരോടൊക്കെ പറഞ്ഞു മനസ്സിലാക്കണം, പോകുന്ന സ്ഥലം ചില്ലറ സ്ഥലമല്ല കേട്ടോ. പുണ്യങ്ങൾ വാരിക്കൂട്ടുന്ന സ്ഥലമാണ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലമാണ്. അവിടെ സമയം നശിപ്പിക്കരുത്, അവിടേക്കും ഇവിടേക്കും പോകരുത്. അവിടെ മറ്റുള്ളവരെ കാണാനും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങൾ കാണാനും ഒക്കെ അതിനൊക്കെ പിന്നെയും അവസരങ്ങളൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ പോകുന്നത് ഹജ്ജിനാണ്, ഇപ്പോൾ നിങ്ങൾ പോകുന്നത് ഉംറക്കാണ്. അതുകൊണ്ട് അവിടെ പോയി ഹറമിൽ നിന്നുകൊണ്ട് ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് നിസ്കാരങ്ങളും സുന്നത്ത് നോമ്പുകളും ഖുർആൻ പാരായണങ്ങളും ദിക്റുകളും ദുആകളിലും ആയിക്കൊണ്ടായിരിക്കണം സമയത്ത് വിനിയോഗിക്കേണ്ടത് എന്ന് പ്രത്യേകം നമ്മുടെ പ്രിയപ്പെട്ടവരെ ഉപദേശിക്കാൻ സഹോദരങ്ങളെ നമ്മൾ മറന്നു പോകരുത് എന്നുള്ളത് കൂടെ സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇനി നിങ്ങൾ നോക്കൂ, മക്കയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറയാൻ ഉപയോഗിച്ച നാടാണ് മക്ക. വത്തീനി വസ്സൈതൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ. അല്ലാഹു സത്യം ചെയ്ത് പറയാണ്, വഹാദൽ ബലദിൽ അമീൻ. ഈ നാട് മക്കയെ പിടിച്ചുകൊണ്ടാണ് അള്ളാഹു സത്യം ചെയ്ത് പറയുന്നത്. അള്ളാഹു ഏതൊരു കാര്യത്തെ കൊണ്ടാണോ സത്യം ചെയ്ത് പറയുന്നത്, ആ വസ്തുവിന്, ആ സ്ഥലത്തിന്, ആ സമയത്തിന് അതിന് വലിയ സ്ഥാനമുണ്ട് എന്നുള്ളതിൽ നമുക്കാർക്കും തർക്കമില്ല. അപ്പോ അള്ളാഹു സത്യം ചെയ്ത് പറയാൻ വേണ്ടി വരെ എടുത്ത ഒരു സ്ഥലം അത് മക്കയാണ്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ്. സൂറത്തുൽ ബലദിൽ നമുക്ക് കാണാം, ആ മക്കയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിച്ചുകൊണ്ട് സത്യം ചെയ്യുകയാണ്.
ഈ രൂപത്തിലൊക്കെ നമുക്ക് മക്കയുടെ മഹത്വം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ തിരിഞ്ഞു നിസ്കരിക്കുന്ന നമ്മുടെ ഖിബില എവിടെയാണ്? അതും മക്കയിലാണ്. അതുപോലെ തന്നെ ഹജറുൽ അസ്വദ് നമുക്കറിയാലോ, ഇസ്ലാമിൽ ഒരു വസ്തുവിനെ ചുംബിക്കാൻ അനുവാദമുള്ളത് അതേതിനാ? ഹജറുൽ അസ്വദിന് മാത്രമാണ്. വേറെ എവിടെയെങ്കിലും എന്തിനെങ്കിലും ചുംബിച്ചാൽ പുണ്യുണ്ടോ? കൂലി കിട്ടുമോ? ഇല്ല. കൂലി കിട്ടാൻ വേണ്ടി പുണ്യകർമ്മമായിക്കൊണ്ട് ഇസ്ലാം ശറഅാക്കിയിട്ടുള്ള ഒന്നേ ഒന്ന് ഹജറുൽ അസ്വദാണ്. അതും മക്കയിലാണ്, കഅബാലയത്തിലാണ്. അതുപോലെ തന്നെ ഇസ്തിലാം എന്ന് പറയുന്ന റുക്നുൽ യമാനി, കഅബാലയത്തിന്റെ ഒരു മൂലയാണ് റുക്നുൽ യമാനി. ആ ഭാഗത്ത് ചെന്നുകൊണ്ട് നമ്മുടെ നെഞ്ച് ചേർത്ത് വെച്ച് വെക്കുന്ന ഇബാദത്തിന്റെ ഒരു കർമ്മമുണ്ട്. ഈ രൂപത്തിലെല്ലാം ഒരുപാട് പ്രത്യേകതകളും എല്ലാമുള്ള മഹനീയമായ സ്ഥലമാണ് മക്ക, കഅബ, ഹറം എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ നമ്മൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന നിങ്ങൾ നോക്കൂ. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന എന്താ? റബ്ബിജ്അൽ ഹാദൽ ബലദ ആമിന. അല്ലാഹ്, ഈ നാടിനെ നീ നിർഭയത്വത്തിന്റെ നാടാക്കണേ. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന കിട്ടിയ നാടാണത്. റബ്ബിജ്അൽ ഹാദൽ ബലദ ആമിന. സൂറത്ത് ഇബ്രാഹിമിലും സൂറത്തുൽ ബഖറയിലുമൊക്കെ ഇബ്രാഹിം നബിയുടെ ആ പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുവേ, ഈ നാടിനെ നീ നിർഭയത്വമുള്ള നാടാക്കണേ, സമാധാനത്തിന്റെ നാടാക്കണേ. ഇന്നും അങ്ങനെ തന്നെയാണ് മക്ക, ഇന്നും അങ്ങനെ തന്നെയാണ് ഹറം. അവിടുത്തെ പ്രാവുകളും അവിടുത്തെ പറവകളും അവിടുത്തെ മറ്റു ജീവികളും എല്ലാം സ്വസ്ഥമായി കൊണ്ട് ജീവിക്കുകയാണ്. ആരും ആരെയും ഉപദ്രവിക്കുന്നില്ല, ആരും ആരെയും ദ്രോഹിക്കുന്നില്ല. മനുഷ്യർ പരസ്പരവും തന്നെയും ഭയങ്കര സ്നേഹവും സൗഹാർദ്ദവും സഹകരണത്തോടു കൂടിയാണ് അവിടെ നിൽക്കുന്നത്. ഈ നിലക്ക് ഇന്നും ഖിയാമത്ത് നാൾ വരെ ആ നാട് ആ നിർഭയത്വത്തിന്റെ നാടായി മാറും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മക്കയെ സ്നേഹിക്കാനും മക്കയുടെ പവിത്രത നമ്മൾ മനസ്സിലാക്കാനും അതിനെ ആദരിക്കാനും ബഹുമാനിക്കാനും ഒക്കെ അതിനൊക്കെ പ്രത്യേകമായ തൗഫീഖ് തന്നെ വേണം. അത് നഷ്ടപ്പെട്ടാൽ, ആ അള്ളാഹുവിന്റെ റഹ്മത്ത് അത് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഒരാൾക്കും കഅബാലയത്തെയോ മക്കയെയോ അല്ലെങ്കിൽ ഹറമിനെയോ ബഹുമാനിക്കാനോ ആദരിക്കാനോ സ്നേഹിക്കാനോ ഒന്നും കഴിയില്ല. ആ റഹ്മത്തില്ലേ, ആ റഹ്മത്ത് ഉള്ളവർ, അള്ളാഹുവിന്റെ ആ റഹ്മത്ത് ലഭിച്ചവർക്ക് ആ കഅബാലയത്തെയും ഹറമിനെയും മക്കയെയും ഒക്കെ അതിൻ്റെതായ സ്ഥാനവും ബഹുമാനവും ആദരവും നൽകിക്കൊണ്ട് നിലനിർത്താൻ കഴിയുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറമിനോടും മക്കയോടും കഅബാലയത്തോടും എല്ലാം എല്ലാ നിലക്കുമുള്ള ബഹുമാനവും ആദരവും എല്ലാം നൽകുന്ന നല്ല മനസ്സിന്റെ ഉടമകളായി ജീവിക്കാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മക്കയെ ഉമ്മുൽ ഖുറ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഉമ്മുൽ ഖുറ, ഉമ്മുൻ എന്ന് പറഞ്ഞാൽ ഉമ്മ എന്നാണ് അർത്ഥം, കേന്ദ്രം. അപ്പൊ എല്ലാ ഗ്രാമങ്ങളുടെയും എല്ലാ നാടുകളുടെയും ഒരു അസ്ല്, ഒരു കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ മക്ക. പലപ്പോഴും ഭൂമിയുടെ അതിന്റെ സെന്ററാണ് കഅബാലയം എന്നൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. ഖുർആൻ ഉപയോഗിച്ചത് ഉമ്മുൽ ഖുറ എന്നാണ്. എല്ലാ ഗ്രാമങ്ങളുടെ അസ്ല്, അതിന്റെ കേന്ദ്രം എന്നതാണ് ഉമ്മുൽ ഖുറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് ഉമ്മുൽ ഖുർആൻ എന്ന് പറയാറുണ്ട്. ഖുർആനിന്റെ എല്ലാ സൂറത്തുകളുടെയും എല്ലാ ആശയങ്ങളും ഉൾക്കൊള്ളുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഉമ്മുൽ ഖുറ എന്ന പേരിൽ ഉമ്മുൽ ഖുർആൻ എന്ന പേരിൽ സൂറത്തുൽ ഫാത്തിഹ അറിയപ്പെടുന്നു. ഉമ്മുൽ ഖുറ എന്ന പേരിൽ മക്കയും അറിയപ്പെടുകയാണ്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ
ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ നമുക്ക് കാണാം, നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. പ്രവാചകൻ പറഞ്ഞു, ഇന്നൽ ഇസ്ലാമ ബദഅ ഗരീബ, ഇസ്ലാം അപരിചിതാവസ്ഥയിൽ നിന്നാണ് തുടങ്ങിയത്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്ന് ഇസ്ലാമിക പ്രബോധനം തുടങ്ങുമ്പോൾ ഒറ്റയും തെറ്റയുമായി കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആളുകൾ വിശ്വസിച്ച് കൂടെ കൂടിയത്. അങ്ങനെ ആർക്കും പരിചയമില്ലാത്ത അപരിചിതമായ ഒരു അവസ്ഥയിൽ നിന്നാണ് ഇസ്ലാമിന്റെ തുടക്കം. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വസയഊദു ഗരീബൻ കമാ ബദഅ, തുടങ്ങിയതുപോലെ അത് ഒടുങ്ങുകയും ചെയ്യും, അവിടേക്ക് തന്നെ മടങ്ങും ചെയ്യും ഇസ്ലാം. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ആർക്കും പരിചയമില്ലാത്ത അവസ്ഥയിലേക്ക് ഇസ്ലാം എത്തും എന്നർത്ഥം. വഹുവ യഗ്രിസു ബൈനൽ മസ്ജിദൈനി കമാ തഗ്റസുൽ ഹയ്യതു ഫീ ജുഹ്രിഹാ, പാമ്പ് അതിന്റെ മാളത്തിലേക്ക് മടങ്ങുന്നത് പോലെ, അതിന്റെ മാളത്തിലേക്ക് ചുരുങ്ങുന്നത് പോലെ ഇസ്ലാം എന്ത് ചെയ്യും? ആ രണ്ട് പള്ളികൾക്കിടെ അഥവാ മസ്ജിദുൽ ഹറാമിലേക്കും മസ്ജിദുൻ നബവിയിലേക്കും ചുരുങ്ങും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഇസ്ലാം അവസാന സമയത്തേക്ക് ഈമാൻ എന്ത് ചെയ്യും? അവിടേക്ക് ചുരുങ്ങുന്നു, മക്കയിലേക്കും മദീനയിലേക്കും ചുരുങ്ങും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുപോലെ തന്നെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുന്ന നാടാണ് മക്ക. എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞതെന്താ? ആരെങ്കിലും അവിടെ ചെന്നു യാതൊരു നിലക്കുമുള്ള വേണ്ടാവൃത്തികളോ ഒന്നും ചെയ്യാതെയാണ് ഒരാൾ തിരിച്ചു വരുന്നത് എങ്കിൽ കമാ വലദതുഹു ഉമ്മുഹു, ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെയായിരിക്കും അയാളെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അഥവാ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടും എന്നർത്ഥം. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഇത്ര സ്ഥാനവും മഹത്വവും നൽകിയ വേറൊരു മണ്ണ് ഭൂമിയിലില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു മക്കയെയും ആ കഅബാലയത്തെയും ഹറമിനെയുമെല്ലാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെതായ മഹത്വവും പ്രാധാന്യവും ബഹുമാനവും ആദരവും എല്ലാം നൽകുക എന്നുള്ളത് വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് ബാധ്യതയാണ്. നമ്മൾ മനസ്സിലാക്കണം, അവിടെ എന്തെങ്കിലും ഒരു അന്യായമായി കൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ ഒരു പ്രവർത്തനം ചെയ്യാൻ അവിടെ നിന്ന് ഉദ്ദേശിക്കണമെന്നില്ല. മക്കയുടെ പുറത്ത് വെച്ച് ഭൂമിയുടെ ഏത് കോണിൽ വെച്ച് ഉദ്ദേശിച്ചാൽ പോലും അല്ലാഹു തആല അവനെ ശിക്ഷിക്കുമെന്നാണ്. അള്ളാഹുവിന്റെ ശിക്ഷ അവനെ ബാധിക്കുമെന്നതാണ്. അതുകൊണ്ട് വിശ്വാസികൾ എന്നതിലേക്ക് ഗൗരവത്തോടു കൂടിയായിരിക്കണം മക്കയെയും അതുപോലെ തന്നെ ഹറമിനെയും ഒക്കെ കാണേണ്ടത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഇസ്ലാമിന്റെ എല്ലാ ശആയിറുകളോടും എല്ലാ ചിഹ്നങ്ങളോടും ബഹുമാനവും സ്നേഹവും ആദരവും നിലനിർത്തുന്ന നല്ല മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പ് തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും നല്ല രൂപത്തിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മരണത്തിന്റെ മുമ്പ് ഒരിക്കലെങ്കിലും ഒരു ഹജ്ജ് കർമ്മം നിർവഹിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്, അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ രോഗികളുണ്ട്, അവർക്ക് നീ ശിഫ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, കടം കൊണ്ടും മറ്റും ഒരുപാട് പ്രയാസങ്ങളും മാനസികമായും ശാരീരികമായും അലട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരുടെ പ്രയാസങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന മഹാഭാഗ്യവാന്മാരെ ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹുവേ, ജഹന്നമിന്റെ തീയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും നീ എല്ലാ നിലക്കും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, കൂടുതൽ നന്മകൾ ചെയ്യാൻ ഇബാദത്ത് ചെയ്യാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. എല്ലാവിധ തെറ്റുകളിൽ നിന്നും മാറി നിൽക്കാനുള്ള സാഹചര്യങ്ങളും തൗഫീഖും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റഹ്മാനെ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين.